വാർത്തകളിലേക്ക് വിശദമായി. ശബരിമലയിൽ നടന്നത് വൻ ക്രമക്കേടാണെന്ന് സുപ്രീം കോടതി. ദൈവത്തെ പോലും വെറുതെ വിട്ടില്ല എന്ന കോടതിയുടെ പരാമർശം. ശങ്കർദാസിന്റെ അപ്പീൽ പരിഗണിക്കുന്നതിനിടെയാണ് നിരീക്ഷണം. അതേസമയം സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണത്തിന് 6 ആഴ്ച കൂടി സമയം ഹൈക്കോടതി അനുവദിച്ചു. ഈ മാസം 19-ന് SIT വീണ്ടും ഇടക്കാല റിപ്പോർട്ട് നൽകും. വിവരങ്ങളുമായി ഷബ്ന ചേരുന്നു. ഷബ്ന, സുപ്രധാനമായുള്ള നിരീക്ഷണങ്ങളാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നേ ഉള്ളൂ. പക്ഷേ കോടതിയുടെ മേൽനോട്ടത്തിലായതുകൊണ്ട് അത്തരം റിപ്പോർട്ടുകളെല്ലാം ഹൈക്കോടതിക്ക് മുമ്പാകെയുണ്ട്. സ്വാഭാവികമായിട്ടും സുപ്രീം കോടതിക്കും പരിശോധനയ്ക്കായിട്ട് എത്തിയിട്ടുണ്ടാകും. ആ പരിശോധന കൂടെ വെച്ചാണ്, റിപ്പോർട്ടുകൾ കൂടെ വെച്ചാണ്, അന്വേഷണ പുരോഗതി കൂടെ വെച്ചാണ് ഇത് വലിയ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് എന്ന് സുപ്രീം കോടതി വിലയിരുത്തിയിരിക്കുന്നത് എന്ന് കണ്ടാൽ ശരിയാകുമോ? ഇത് ചില പ്രതികളുടെ ജാമ്യം നിഷേധിച്ച സാഹചര്യത്തിലായിരുന്നു ഹൈക്കോടതി ഈ ശങ്കർദാസിനെതിരെയുള്ള പരാമർശം നടത്തിയത്. ശങ്കർദാസ് അടക്കമുള്ള ബോർഡ് അംഗങ്ങൾക്ക് ഇതിൽ കൃത്യമായ പങ്കുണ്ട്. എന്തുകൊണ്ടാണ് ഇവർക്കെതിരെയുള്ള അന്വേഷണത്തിലേക്ക് നീങ്ങാത്തത്, അറസ്റ്റ് ചെയ്യാത്തത് എന്താണ്? അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കൂട്ടുത്തരവാദിത്വമുള്ള സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇവരിലേക്ക് അന്വേഷണം നീളുന്നില്ല എന്ന ചോദ്യം ഹൈക്കോടതി ഉന്നയിച്ചിരുന്നു. ഈ പരാമർശം നീക്കണം എന്നാവശ്യപ്പെട്ടാണ് ശങ്കർദാസ് സുപ്രീം കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതി ഇന്നിപ്പോൾ ഈ കേസ് പരിഗണിക്കുമ്പോൾ ഈ ശങ്കർദാസിനെതിരെയുള്ള പരാമർശവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവാണ് പരിശോധിച്ചത്. ഈ ഉത്തരവിൽ വളരെ ഡീറ്റെയിൽഡ് ആയി തന്നെ ഹൈക്കോടതി ഈ വിഷയങ്ങൾ പരാമർശിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഓരോ പ്രതികളുടെ റോൾ അടക്കമുള്ള കാര്യങ്ങൾ ഈ ഉത്തരവിൽ വിശദമായി ചേർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് കോടതി ഇപ്പോൾ ഇത്തരം ഒരു പരാമർശം നടത്തിയത്. നിങ്ങൾ ദൈവത്തെ പോലും വെറുതെ വിട്ടില്ലേ എന്ന ചോദ്യമായിരുന്നു സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ശബരിമലയിൽ നടന്നിട്ടുള്ളത് വലിയ ക്രമക്കേടെന്ന് സുപ്രീം കോടതിയും ആവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു. ഹൈക്കോടതി നേരത്തെ പലതവണ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നു. ഇപ്പോൾ സുപ്രീം കോടതിയും ഇത്തരത്തിലൊരു പരാമർശത്തിലേക്ക് തന്നെ പോയിട്ടുണ്ട്. ശങ്കർദാസിന്റെ പ്രായത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് തങ്ങൾക്ക് അനുകമ്പയുള്ളത് എന്ന് കോടതി സൂചിപ്പിക്കുകയും ശങ്കർദാസ് നൽകിയ അപ്പീൽ ഹർജി തള്ളുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നിപ്പോൾ അതോടൊപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയും ഈ വിഷയം പരിഗണിച്ചിരുന്നു. ഹൈക്കോടതി ഇന്ന് SITയോട് നിർദ്ദേശിച്ചിട്ടുള്ളത് കൂടുതൽ അന്വേഷണത്തിന് ഉദ്യോഗസ്ഥരെ ആവശ്യമുണ്ടെങ്കിൽ നിയമിക്കാം, അതിന് SP തന്നെ തീരുമാനമെടുക്കാം എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ അന്വേഷണം പൂർത്തിയാക്കാൻ സമയപരിധി നിശ്ചയിച്ചിരുന്നു. 6 ആഴ്ച കൂടി സമയം നീട്ടി നൽകുന്നു എന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഉത്തരവിട്ടിട്ടുണ്ട്. കാരണം ഈ SIT തന്നെ കോടതിയെ അറിയിച്ചത് വിപുലമായ അന്വേഷണമാണ് നടത്തുന്നത്, രാജ്യാന്തര ബന്ധമടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം നീളുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഹൈക്കോടതി നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കൽ സാധ്യമല്ല എന്ന് SIT ഇന്ന് കോടതിയെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് 6 ആഴ്ച കൂടി സമയം അനുവദിച്ചത്. ജനുവരി 19-ന് ഹൈക്കോടതി വീണ്ടും ഈ കേസ് പരിഗണിക്കും. അന്ന് വീണ്ടും അന്വേഷണ പുരോഗതി റിപ്പോർട്ട് SIT സമർപ്പിക്കുകയും ചെയ്യും. ശരി, നന്ദി ഷബ്ന.